കോവിഡും HMPVയും ഒന്നു തന്നെയാണോ? ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത്. ഇത് മറ്റൊരു കോവിഡ് ആകുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചാരണവും നടക്കുന്നുണ്ട്. ഈ രണ്ട് വൈറസ് ബാധയും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കോവിഡിന് കാരണമാകുന്ന വൈറസുകളും HMPV വൈറസും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവയാണ്. ഏത് പ്രായത്തിലുള്ളവരിലേക്കും ഇരു വൈറസുകളും പകരാം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകാം. ഇരു വൈറസുകളും ശരീരത്തിൽ പ്രവേശിച്ചാൽ സമാനമായ ലക്ഷണങ്ങളുമാണ് ഉണ്ടാവുക. പനി, ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ചുമ, മൂക്കടപ്പ് മുതലായവയാണ് ലക്ഷണങ്ങൾ. ശരീരസ്രവങ്ങളിലൂടെയാണ് ഇരു രോഗങ്ങളും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്. മൂക്ക്, വായ, കണ്ണ് എന്നീ അവയവങ്ങളിൽ തൊടുകയും സ്രവങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് വൈറസ് വളരെ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുന്നു. കോവിഡ് വ്യാപനവും HMPV വൈറസ് വ്യാപനവും സീസണലായാണ് നടക്കുകയെന്നും വിവിധ തരംഗങ്ങൾ ഉണ്ടായേക്കാമെന്നും സയൻസ് ഡയറക്റ്റ് പഠനത്തിൽ പറയുന്നുണ്ട്. അതേസമയം കോവിഡ് പോലെ ലോകമെങ്ങും വ്യാപിച്ച് ഒരു മഹാമാരിയായി HMPV പരിണമിക്കാൻ സാധ്യതയില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിശൈത്യത്തിന്റെ സമയത്തോ ശരത്കാലത്തിന്റെ തുടക്കത്തിലോ ആകും ഇതിന്റെ വ്യാപനം. പ്രധാനമായും ശ്വാസകോശത്തിന്റെ ഉപരിഭാഗത്തെ ബാധിക്കുന്നതാണെങ്കിലും പയ്യെ ഇത് ശ്വാസകോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അണുബാധയ്ക്കും ഈ വൈറസ് കാരണമായേക്കും. ന്യൂമോവിരിഡെ കുടുംബത്തിൽപ്പെടുന്ന വൈറസാണിത്. റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വൈറസിന് ഇതുവരെ വാക്സിനും ലഭ്യമായിട്ടില്ല.